ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX Mania. ടൈപ്പോഗ്രാഫിയെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. ടൈപ്പോഗ്രാഫി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിനകത്ത് നമ്മൾ അതിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സൂപ്പർബായിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള 2022 മസ്റ്റായിട്ട് നമ്മുടെ കളക്ഷനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന കുറച്ച് നല്ല ഫോണ്ടുകൾ, നല്ല കുറേ ടൈപ്പോഗ്രാഫി ഫാമിലികൾ നമുക്ക് കിട്ടുന്ന കുറേ നല്ല വെബ്സൈറ്റുകൾ. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഡിസൈനേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് ഇപ്പം മിക്കവാറും ഗൂഗിൾ ഫോൺസ് ആണ്. കാരണം ഫ്രീ ഫോണ്ട് കിട്ടുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ. അതുപോലെ തന്നെ പെയ്ഡ് ഫോണ്ടുകളിലേക്ക് പോയാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഫോൺസ്ക്യൂറലോ അല്ലെങ്കിൽ ഡാഫോണ്ട് ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള കുറേ സ്ഥിരം നമുക്കറിയാവുന്ന കുറച്ച് വെബ്സൈറ്റുകളാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത്തരം വെബ്സൈറ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതിലെ ഫ്രീ ഫോണ്ടുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിരുന്നാലും കുറച്ച് മികച്ച ഹൈ ക്വാളിറ്റി ഫോൺസുകളുടെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റി ഫോണ്ടുകൾ നമുക്ക് കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അതായത് കുറച്ച് നല്ല ഫോണ്ടുകൾ അത്യാവശ്യം കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്താലും ഒരു തെറ്റുമില്ല. കാരണം നമ്മുടെ ഡിസൈൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നല്ല ടൈപ്പോഗ്രാഫി ഫോണ്ട് കളക്ഷൻസുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഇത്തരം സാധാരണ വെബ്സൈറ്റുകളല്ലാതെ എൻ്റെ കളക്ഷനിലുള്ള കുറച്ച് വളരെ ക്ലാസി ആയിട്ടുള്ള ടൈപ്പോഗ്രാഫിക്ക് നമുക്ക് കിട്ടുന്ന നല്ല കുറച്ച് വെബ്സൈറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പാങ്ഗ്രം എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. വളരെ അമേസിംഗ് ആണ്. ഫോണ്ടുകളൊക്കെ എന്ന് പറയുന്നത് വളരെ ഹൈ ക്വാളിറ്റി ടൈപ്പ് ഓഫ് ഫോണ്ടുകളാണ്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വളരെ ടോപ്പ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഡിസൈനേഴ്സിനെ എടുത്തു നോക്കിയാൽ അവർ ചെയ്യുന്ന പല ഡിസൈൻസുകളിലും ഇതിനകത്തുള്ള ഫോൺസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് വളരെ ക്ലാസി ആയിട്ടുള്ള പെയ്ഡ് ഫോണ്ടുകളാണ് ഇതിനകത്തുള്ളത്. ഈ ഫോണ്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിന് ആപ്റ്റ് ആകുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മൾ കുറച്ച് പെയ്ഡ് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു തെറ്റുമില്ല. അത് നമ്മുടെ ക്വാളിറ്റിയെ, നമ്മുടെ വർക്ക് ക്വാളിറ്റിയെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും റെഫർ ചെയ്യണം. വളരെ ക്ലാസി ആയിട്ടുള്ള കുറേ നല്ല ഫോൺസുകൾ, അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസുകളും അതിൻ്റെ ഒരു ടൈപ്പോഗ്രാഫി സ്റ്റൈലുകളും ഒക്കെ മനസ്സിലാക്കാനും കൂടി ഈ ഒരു വെബ്സൈറ്റ് സഹായിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഗുഡ് ടൈപ്പ് ഫൗണ്ടറി. മിക്കവാറും കുറേ നല്ല ഡിസൈനേഴ്സിന് അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിനും വളരെ ക്ലാസി ആയിട്ടുള്ള നല്ല ഫോണ്ടുകളുടെ ഒരു കളക്ഷനാണ്. ഇതിലെല്ലാം നമ്മുടെ സാധാരണ ഗൂഗിൾ ഫോൺസിലേക്ക് പോലെ തന്നെ ഒരുപാട് ഫോണ്ടുകളുടെ പേര് കാണില്ല. കുറച്ചുള്ള ഫോണ്ടുകൾ വളരെ ക്ലാസിയും പ്രൊഫഷണലും ആയിട്ടുള്ള ഫോണ്ടുകളായിരിക്കും എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ, ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ, അത്തരത്തിലുള്ള നമ്മുടെ നല്ല കുറച്ച് വെബ്സൈറ്റുകളുടെ കളക്ഷൻ നമുക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിൽ നല്ല ഇന്റർനാഷണൽ പ്രോജക്ട്സുകളൊക്കെ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഗുഡ് ടൈപ്പ് ഫൗണ്ടറിയും അതുപോലെ ഒരു ക്ലാസിഫിക്കേഷനിൽ പെട്ട വെബ്സൈറ്റ് ആണ്. അതും നിങ്ങൾ തീർച്ചയായിട്ടും ബുക്ക് മാർക്ക് ചെയ്യേണ്ടതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളോഫൻ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. വളരെ ക്ലാസി ഫോണ്ടുകൾ, വളരെ ക്ലാസി എന്ന് പറയാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റൈലുകളും അതിന്റെ കാറ്റഗറിയൊക്കെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലെ ഫോണ്ടുകൾ എല്ലാം തന്നെ നമ്മുടെ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച നല്ല ബ്രാൻഡുകളും നല്ല ഡിസൈൻ ഏജൻസികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ പ്രിഫർ ചെയ്യുന്ന നല്ല കുറെ ഫോണ്ടുകളാണ്. അപ്പോൾ ഈ ഒരു കൊളോഫൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റും നിങ്ങൾ തീർച്ചയായിട്ടും ഡിസൈനേഴ്സ് എന്ന നിലയിൽ ബുക്ക് മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റേഴ്സ് ഫ്രം സ്വീഡൻ. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതിലെ ഫോൺസ് എല്ലാം തന്നെ വളരെ ഹൈ ക്ലാസ് ഡിസൈനേഴ്സിന് വേണ്ടുന്ന വളരെ ടോപ്പ് ആയിട്ടുള്ള ഫോണ്ടുകളാണ്. ഈ ഫോണ്ടുകൾ എല്ലാം തന്നെ നമ്മൾ ഡിസൈനേഴ്സ് നമ്മുടെ ഒരു നെക്സ്റ്റ് ലെവൽ ഡിസൈൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോൾ ടൈപ്പോഗ്രാഫിയിൽ നമ്മൾ നിർബന്ധമായിട്ടും ആഡ് ചെയ്തിരിക്കേണ്ടുന്ന കുറെ ഫോണ്ട് കളക്ഷനുകളാണ്. ഇതിൽ വളരെ ക്ലാസി ആയിട്ടുള്ള ഫോണ്ടുകളുടെ ഒരു മികച്ച കളക്ഷൻ തന്നെയുണ്ട്. ഇത്തരം ഫോണ്ടുകളും നിങ്ങളുടെ ഡിസൈൻസ് പ്രോജക്റ്റുകളിലേക്ക് മാക്സിമം കൊണ്ടുവരാനും അതിന് നമ്മുടെ ഡിസൈൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കുറെ സൈറ്റുകളാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫൗണ്ടറി. അതും വളരെ ക്ലാസി ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ബ്ലാക്ക് ഫൗണ്ടറിയിലും വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുറെ ഡിസൈനേഴ്സ് ഇതിനകത്ത് ഒരുപാട് ഫോണ്ടുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോണ്ടുകളും നമുക്ക് നമ്മുടെ സാധാരണ കണ്ടുവരുന്ന ഫോണ്ടുകളെ അപേക്ഷിച്ചുകൊണ്ട് നല്ല കുറെ ഫോണ്ടുകളുടെ കളക്ഷൻ തരുന്ന ഒരു മികച്ച വെബ്സൈറ്റ് ആണ് ബ്ലാക്ക് ഫൗണ്ടറി എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രില്ലി ടൈപ്പ്. വളരെ ക്ലാസ്സാണ്, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള വെബ്സൈറ്റ് ആണ്. വളരെ കുറെ നല്ല നേരത്തെ മുതലേ ഉപയോഗിച്ച് വരുന്നത്, നമ്മുടെ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ വളരെ കുറച്ച് മുന്നേ കാലങ്ങൾ മുതലേ ഉപയോഗിച്ച് വരുന്ന കുറച്ച് നല്ല ഗ്രാഫിക് ഡിസൈനേഴ്സിനും UI ഡിസൈനേഴ്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന കുറെ നല്ല ക്ലാസി ഫോണ്ടുകളെ മാത്രം ലിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് ലോകത്തെമ്പാടുമുള്ള ഡിസൈനേഴ്സിന് ഓൾമോസ്റ്റ് അറിയാവുന്ന ഒരു വെബ് പോർട്ടലും കൂടാണ്. അതുകൊണ്ട് ഈ ഗ്രില്ലി ടൈപ്പിലെ ഫോണ്ടുകളും ടൈപ്പോഗ്രാഫികളും എല്ലാം തന്നെ ഡിസൈനേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിത് ബുക്ക് മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഡിസ്പ്ലേയും നല്ലൊരു ക്ലാസി ഒരു ഇന്റർനാഷണൽ വെബ്സൈറ്റ് ആണ്. നമ്മുടെ ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ യൂസിന് ഉപയോഗിക്കുന്ന കുറേ ഫോണ്ടുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നമ്മൾ പേപ്പർ പ്രിന്റ് മീഡിയക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന
വളരെ നല്ല ക്ലാസി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലുള്ളത്, അത് ബോൾഡായിട്ടും ലൈറ്റായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് നല്ല ഫോണ്ടുകൾ കിട്ടുന്നതാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിർബന്ധമായിട്ടും ബുക്ക്മാർക്ക് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ക്ലിങ്ങും വളരെ ഫേമസ് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ടൈപ്പോഗ്രാഫിക് സ്റ്റൈലുകളാണ്. ഗ്രാഫിക് ഡിസൈനിങ്ങിലും UI ഡിസൈനിങ്ങിലൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ഡിസൈനേഴ്സ് എന്ന നിലയിൽ കയ്യിലുണ്ടായിരിക്കേണ്ടുന്ന ഫോൺ കളക്ഷനുകളിൽ പെടുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ. അതുപോലെ തന്നെ ഇത്തരം വെബ്സൈറ്റുകളിൽ നിന്ന് ടൈപ്പോഗ്രാഫി ആയിട്ടുള്ള കുറെ കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കൂടെ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ജസ്റ്റ് കുറച്ച് ഫോണ്ടുകൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരി നമ്മൾ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ കൂടിയും ഒരു ഫോണ്ട് ഉണ്ടായിരിക്കുന്നതും ഫോണ്ടിന്റെ അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസുകളായിരുന്നാലും അതിന്റെ സൈസിന്റെ ഡിഫറൻസ് ആയിരുന്നാലും ഒക്കെ നമുക്ക് കാണാനും കണ്ടു പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ വെബ്സൈറ്റുകളൊക്കെ തന്നെ നമ്മുടെ കയ്യിലും തീർച്ചയായിട്ടും നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തിരിക്കേണ്ടുന്ന കുറെ നല്ല കളക്ഷൻസുകളാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ ഒരെണ്ണമാണ് ഫ്ലോറിയൻ എന്ന് പറയുന്നത്. അതും ഒരു ഇന്റർനാഷണൽ വെബ്സൈറ്റ് ആണ്. ഇതിലെയും ഫോണ്ടുകളൊക്കെ നിങ്ങൾ താഴോട്ട് നോക്കിയാൽ കാണാം. വളരെ വ്യത്യസ്തമാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഫോണ്ടുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. അതും വളരെ ക്ലാസി ആയിട്ടുള്ളതും വളരെ ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടുകളൊക്കെ തന്നെ നമ്മുടെ ഡിസൈനേഴ്സിന് വളരെ ഇഷ്ടപ്പെടുന്നതും വളരെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറെ നല്ല ഫോൺ കളക്ഷൻസിലാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കളക്റ്റീവോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ഓപ്പൺ സോഴ്സ് ടൈപ്പ്ഫേസുകളാണ് ഇവിടെ അവർ പരിചയപ്പെടുത്തുന്നത്. അതിവിടെ താഴെയായിട്ട് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ആ ഒരു ലിങ്കിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫോണ്ടുകൾ അവർ നല്ല രീതിയിലുള്ള കുറച്ച് ഫ്രീ ഓപ്പൺ സോഴ്സ് ടൈപ്പ്ഫേസുകളാണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ഫോണ്ടുകളാണ്. ഇതും തീർച്ചയായിട്ടും നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തിരിക്കേണ്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ് ടൈപ്പോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അവസാനമായിട്ട് നമുക്ക് ഒരു വെബ്സൈറ്റ് പരിചയപ്പെടാം. അതാണ് thedesignersfoundry.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഒരുപാട് ക്ലാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിന്റ് മീഡിയയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഫോണ്ടുകളാണ്. ഈ ഫോണ്ടുകളൊക്കെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊഫഷണൽ ഡിസൈനർ ആണ് നമ്മളെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതിന്റെയൊക്കെ കുറെ കളക്ഷൻസുകൾ ഉണ്ടായിരിക്കണം. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ഫോണ്ടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന പല ഡിസൈനേഴ്സിനെയൊക്കെ തന്നെ നമുക്ക് ഇതിലൂടെ കണക്ട് ചെയ്യാനും അവരുടെ പ്രൊഫൈലിൽ നമുക്ക് പോയി അവരുടെ സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ടൈപ്പോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം ഈ ഒരു വെബ്സൈറ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മളൊരു ഡിസൈനർ ആണ് എന്നുണ്ടെങ്കിൽ അത് ഗ്രാഫിക് ഡിസൈനർ ആയിക്കോട്ടെ, UI ആയിക്കോട്ടെ, UX ആയിക്കോട്ടെ, നമ്മൾ ടൈപ്പോഗ്രാഫി അതായത് ഈ ഫോണ്ടിനെ തീർച്ചയായിട്ടും സ്നേഹിച്ചു തുടങ്ങണം. കാരണം ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നത് ഡിസൈനിന്റെ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ UXനെ കുറിച്ചും UI കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നതിൽ കൂടിയും ഒരു ഡിസൈനാക്കി മാറ്റുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള കളേഴ്സുകളും ടൈപ്പോഗ്രാഫിയും എല്ലാം ചേരുമ്പോഴാണ്. അതുകൊണ്ട് ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു ഡിസൈനേഴ്സിന്റെ ഇടയിൽ. അതുകൊണ്ട് ഇത്രത്തോളം നീണ്ട വെബ്സൈറ്റുകളുടെ കളക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും ബുക്ക് മാർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു ഡിസൈൻ സ്റ്റാൻഡേർഡിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഡിസൈനേഴ്സ്, ഇതൊരു എല്ലാ വെബ്സൈറ്റുകളും തീർച്ചയായിട്ടും ബുക്ക് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മറ്റുള്ള ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റിൽ ദെൻ ബൈ ഗൈസ്.